ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട കേസിൽ നടൻ ഷൈൻ ടോം ചാക്കോ അറസ്റ്റിൽ. ലഹരി ഉപയോഗത്തിനും ഗൂഢാലോചനയ്ക്കുമാണ് കേസ്. നടനെ എറണാകുളം ജനറൽ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കി. AT അശ്വതി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അശ്വതി, മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ വേറെ ഗത്യന്തരമില്ലാതെ ഷൈൻ ടോം ചാക്കോ ഇപ്പോൾ കുറ്റം സമ്മതിച്ചിരിക്കുകയാണ്. എന്തൊക്കെ നടപടിക്രമങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്? ഏറ്റവും ഒടുവിലായി ഇവിടെ ജനറൽ ആശുപത്രിയിൽ ഷൈൻ ടോം ചാക്കോയുടെ വൈദ്യപരിശോധന പൂർത്തിയായിരിക്കുകയാണ്. പ്രാഥമിക വൈദ്യപരിശോധനയും ഒപ്പം തന്നെ കൂടുതൽ അതായത് രാസപരിശോധന ഒപ്പം തന്നെ മുടി തുടങ്ങിയ സാമ്പിളുകളാണ് ശേഖരിച്ചിരിക്കുന്നത്. അതിന്റെ പരിശോധനാ ഫലം വരാനായിട്ട് സമയമെടുക്കും. അതിന് ഒരുപക്ഷെ 24 മണിക്കൂറിലധികം സമയം വേണ്ടി വരുന്ന ടെസ്റ്റുകളാണ്. അപ്പോൾ അത് ലഭിച്ചതിന് ശേഷമായിരിക്കും മറ്റു നടപടിക്രമങ്ങളിലേക്ക് പോകുക. പക്ഷെ നിലവിൽ ഷൈൻ ടോം ചാക്കോയെ ജനറൽ ആശുപത്രിയിൽ നിന്നും സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. കാരണം നിലവിൽ സ്റ്റേഷൻ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിടാനാണ് നിലവിൽ സാധ്യത. ഷൈൻ ടോം ചാക്കോയിനെ ആ നടപടിക്രമങ്ങളിൽ വേണ്ടിയിട്ട് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. ഈ പരിശോധനാ ഫലവും ഒപ്പം തന്നെ കൂടുതൽ അന്വേഷണങ്ങളും കൂടി വരുന്ന സാഹചര്യത്തിലായിരിക്കും ഇതിൽ കൂടുതൽ വകുപ്പുകൾ ചേർക്കണമോ എന്ന കാര്യത്തിലൊക്കെ ഒരു തീരുമാനമെടുക്കുക. നിലവിൽ ഷൈനെതിരെ NDPS ആക്ടിലെ 27, 29 വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. ലഹരി ഉപയോഗവും അതുപോലെ തന്നെ ഗൂഢാലോചന വകുപ്പുമാണ് ചേർത്തിരിക്കുന്നത്. ഈ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗൂഢാലോചന നടത്തി എന്നതാണ് ഒരു വകുപ്പ്. ഒപ്പം ലഹരി ഉപയോഗത്തിന്റെ കാര്യം ഷൈൻ ടോം ചാക്കോ സമ്മതിച്ചിട്ടുമുണ്ട്. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലും ഒപ്പം കൊച്ചിയിലെ സിനിമാ പ്രവർത്തകർക്കിടയിൽ ഒക്കെ പ്രവർത്തിക്കുന്ന ലഹരി ഇടപാടുകാരനുമായിട്ട് ഷൈൻ ടോമിനുള്ള ബന്ധം, നടത്തിയിട്ടുള്ള ഇടപാടുകൾ, ഇവ ഒക്കെ പോലീസിന് മനസ്സിലായ സാഹചര്യത്തിലും ലഭിച്ചിരിക്കുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിലുമാണ് ഈ വകുപ്പുകൾ പ്രകാരം കേസെടുത്തിരിക്കുന്നത്. എന്തായാലും നിലവിൽ ഷൈൻ ടോം ചാക്കോയുടെ ഇതുമായി ബന്ധപ്പെട്ട നിരവധി ചോദ്യങ്ങൾ പോലീസ് ചോദിച്ചിട്ടുണ്ട്. ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ടതാണ് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. ഒപ്പം തന്നെ ഈ പണമിടപാടുകൾ, ഷൈൻ ടോം ചാക്കോയുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അടക്കമുള്ള കാര്യങ്ങൾ, അതായത് സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഒപ്പം ഈ പ്രധാനപ്പെട്ട ലഹരി ഇടപാടുകാരനുമായിട്ടുള്ള സാമ്പത്തിക ഇടപാട്, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ, ലഭിച്ചിരിക്കുന്ന മൊഴികൾ, ഇതൊക്കെ ഈ കേസിൽ നിർണായകമാണ്. ഒപ്പം ഹോട്ടലുകളിൽ, കൊച്ചിയിലെ വിവിധ ഹോട്ടലുകളിൽ 6ഓളം ഹോട്ടലുകളിലാണ് ഷൈൻ ടോം ചാക്കോ തങ്ങുകയും അവിടെയൊക്കെ ഷൈൻ ടോമിന് വന്നിട്ടുള്ള വിസിറ്റേഴ്സ് അവരുടെ വിശദാംശങ്ങൾ, എന്ത് തരത്തിലുള്ള ഇടപാടുകൾ ആണ് അവിടെയൊക്കെ ഉണ്ടായിട്ടുള്ളത്, സാമ്പത്തിക ഇടപാടുകളോ ലഹരി ഇടപാടുകളോ നടന്നിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചറിഞ്ഞിട്ടുള്ളത്. അതിൽ വിശദമായ അന്വേഷണവും ഒപ്പം തന്നെ തെളിവുകളും ശേഖരിക്കേണ്ടതുണ്ട്. ഇന്ന് ഷൈൻ ടോമിനെ ആന്റി ഡോപ്പിംഗ് ടെസ്റ്റിന് വേണ്ടിയുള്ള സാമ്പിളുകൾ ശേഖരിച്ചിരിക്കുന്നതും ഇതിലെ ശാസ്ത്രീയ തെളിവുകൾ ആവശ്യമാണ് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. വർഷങ്ങൾക്ക് മുൻപ് ഉണ്ടായ കേസുകളിൽ പോലും പോലീസിന്റെ കൈ പൊള്ളിയത് ഈ തെളിവുകളുടെ അഭാവം വലിയൊരു പ്രശ്നമായിരുന്നു. അത്തരത്തിലേക്കുള്ള ഒരു പ്രശ്നത്തിലേക്ക് പോകാതിരിക്കാനുള്ള ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കുക തന്നെയാണ് പോലീസ് ആദ്യഘട്ടത്തിൽ ചെയ്തിരിക്കുന്നത്. ഒപ്പം മറ്റ് സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട തെളിവുകളും ശേഖരിക്കുന്നുണ്ട്. വിശദമായ അന്വേഷണം ഇക്കാര്യത്തിൽ ഉണ്ടാകും. ഇതിൽ ആരൊക്കെ ഇടപാടുകൾ ഉണ്ടായിട്ടുണ്ട്, ഒപ്പം ഇത് നെറ്റ്വർക്ക്, ഈ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട നെറ്റ്വർക്ക് എത്രത്തോളമാണ്, അത്തരം കാര്യങ്ങളിലേക്ക് വിശദമായ അന്വേഷണം പോലീസിന്റെ ഭാഗത്തു നിന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നിലവിൽ ഷൈൻ ടോം ചാക്കോയെ പോലീസ് സ്റ്റേഷനിലേക്ക് തിരികെ കൊണ്ടുപോയിരിക്കുകയാണ്. അവിടെ നടപടിക്രമങ്ങൾക്ക് ശേഷം, സ്റ്റേഷനിൽ ഉണ്ടാകുന്ന നടപടിക്രമങ്ങൾക്ക് ശേഷമായിരിക്കും ജാമ്യത്തിൽ വിടുക. മാത്രമല്ല, ഈ കേസൊക്കെ ഉണ്ടായത് കഴിഞ്ഞ ദിവസം കൊച്ചിയിലെ സ്വകാര്യ ഹോട്ടലിൽ നിന്ന് പരിശോധനയ്ക്കിടെ ഷൈൻ ടോം ഇറങ്ങി ഓടിയ സംഭവവുമായി ബന്ധപ്പെട്ടാണ്. അതും ഒപ്പം തന്നെ ഈ ലഹരി ഇടപാടുകാരനുമായി, സജീർ എന്ന ലഹരി ഇടപാടുകാരനുമായി ബന്ധപ്പെട്ട അന്വേഷണവും, ഇതൊക്കെയാണ് ഷൈൻ ടോമിലേക്ക് എത്താനുള്ള പ്രധാനപ്പെട്ട കാരണം. ഈ ഇറങ്ങി ഓടിയത് മറ്റാരും ഉപദ്രവിക്കാൻ വന്നതായി തോന്നിയത് കൊണ്ടാണ് എന്ന് ഷൈൻ ടോം പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. എന്തായാലും ഇക്കാര്യങ്ങളിലൊക്കെ വിശദമായ അന്വേഷണം ഇനിയും ഉണ്ടാകാനുണ്ട്. അതിൽ പ്രധാനമായും തെളിവ് ശേഖരണങ്ങൾ ഇനിയും നടക്കാനുണ്ട്. ഒപ്പം നിലവിൽ ശേഖരിച്ചിരിക്കുന്ന സാമ്പിളുകളുടെ പരിശോധനാ ഫലങ്ങളും നിർണായകമാണ്. അതുകൂടി വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷെ കൂടുതൽ വകുപ്പുകൾ കൂടി ചേർക്കാനുള്ള സാധ്യത കൂടി ഇക്കാര്യത്തിലുണ്ട്.
അശ്വതി, നമ്മൾ രാവിലെ മുതൽ കണ്ടതാണ് തുടർച്ചയായുള്ള ചോദ്യം ചെയ്യലായിരുന്നു ഷൈനിന്. അപ്പോൾ അശ്വതി ഇപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പേടിച്ചിട്ടാണ്, ഗുണ്ടകളാണെന്ന് കരുതി പേടിച്ചിട്ടാണ് ഇറങ്ങി ഓടിയത്. അങ്ങനെയുള്ള ഒരു ഇത്തരത്തിൽ ലഹരി ഉപയോഗം സമ്മതിക്കാവുന്ന രീതിയിലായിരുന്നില്ല നേരത്തെയുള്ള പ്രതികരണങ്ങളൊക്കെ ഉണ്ടായിരുന്നത് ഷൈനിന്റെ ഭാഗത്ത് നിന്നും. ഏത് ഘട്ടത്തിലാണ് ഇപ്പോൾ ലഹരി ഉപയോഗം സമ്മതിച്ചുകൊണ്ടുള്ള ഒരു മൊഴി ഷൈനിന്റെ ഭാഗത്തു നിന്നുണ്ടായത്? നിലവിൽ ഈ സജീറുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ, സാമ്പത്തിക ഇടപാട്, അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായിട്ട് ഉണ്ടായത്. ആ കാര്യങ്ങളുടെ ഒരു വിശദീകരണം തേടിയുള്ള ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സമ്മതിക്കേണ്ടി വന്നത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. മാത്രമല്ല, ഈ പല ആളുകളുമായിട്ട് നടത്തിയിട്ടുള്ള ഇടപാടുകൾ, സാമ്പത്തിക ഇടപാടുകൾ പ്രത്യേകിച്ച്, അത് എന്തിനു വേണ്ടിയാണ് എന്നുള്ള ചോദ്യങ്ങൾ വളരെ പ്രസക്തമായിരുന്നു. ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകുന്നതിന് മുൻപ് തന്നെ നിയമോപദേശങ്ങളൊക്കെ ലഭിച്ചതിന് ശേഷമാണ് ഷൈൻ ടോം ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ചോദ്യം ചെയ്യലുകളും ഒപ്പം ഉണ്ടായിട്ടുള്ള ഈ തെളിവ് ശേഖരണവും ഒപ്പം ഈ വിവിധ ആളുകളുടെ നേരത്തെ ലഭിച്ചിട്ടുള്ള മൊഴികൾ, അതായത് ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന് അന്വേഷണത്തിൽ ലഭിച്ചിട്ടുള്ള മൊഴികളും തെളിവുകളും, ഇതൊക്കെ തന്നെയാണ് അവസാനം സമ്മതിക്കേണ്ട ഘട്ടത്തിലേക്ക് വന്നത്. ഏകദേശം 6 മാസം മുതൽ 1 വർഷം വരെ തടവ് ലഭിക്കാവുന്ന ശിക്ഷ ആണ്. അത് കഴിഞ്ഞിട്ടുള്ളത് കുറച്ചുകൂടി ഗൗരവകരമായിട്ടുള്ള ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പാണ്. പക്ഷെ എങ്കിൽ പോലും ഈ ലഹരി ഉപയോഗിച്ചു എന്ന് പറയുമ്പോഴും ഏത് തരത്തിലുള്ള ലഹരി, മാത്രമല്ല എത്രത്തോളം കൈവശം വെച്ചിട്ടുണ്ട്, എത്ര ഇടപാടുകൾ ഈ ലഹരിയുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട്, എത്ര സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിട്ടുണ്ട്, ഇതെല്ലാം അതിൽ പ്രധാനപ്പെട്ടതാണ്. കാരണം കൈവശം വെക്കുന്ന ലഹരിയുടെ അളവ് അനുസരിച്ച് ഇതിലെ വകുപ്പുകൾക്കും അതുപോലെ തന്നെ ശിക്ഷയ്ക്കും കാഠിന്യമേറാം കുറയാം. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ ഇതിൽ വളരെ നിർണായകമാണ്. ആ കാര്യങ്ങൾ കൂടിയാണ് പോലീസ് അന്വേഷിക്കുന്നത്. അതിൽ ഓരോ ലഹരിയും കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ആ ലഹരി ഇനങ്ങളിൽ എന്തൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളും വളരെ പ്രസക്തമാണ്. അതിനാണ് ശാസ്ത്രീയ തെളിവുകളും മറ്റ് ചോദ്യം ചെയ്യലും ഒക്കെ ആവശ്യമായിട്ടുള്ളത്. എന്തായാലും വിശദമായ ചോദ്യം ചെയ്യൽ ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ ഉണ്ടാകും. മാത്രമല്ല, വിശദമായ അന്വേഷണം, നിലവിൽ ലഭിച്ചിരിക്കുന്ന സാമ്പത്തിക ഇടപാടുകളുടെയും ലഭിച്ചിരിക്കുന്ന ആളുകളുടെ പേരുകളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ വലിയ രീതിയിലുള്ള അന്വേഷണം ഉണ്ടാകും. മാത്രമല്ല, നേരത്തെ പല സിനിമാ നടന്മാരും നടിമാരും ഒക്കെ സംശയ നിഴലിലായ കേസുകൾ കൊച്ചിയിൽ ഉണ്ടായിട്ടുണ്ട്. ഓം പ്രകാശിനടക്കമുള്ള കേസുകൾ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം ഒരേ നെറ്റ്വർക്ക് ആണോ എന്നുള്ള കാര്യങ്ങൾ ഒക്കെ പോലീസ് വിശദമായി അന്വേഷിക്കുന്നുണ്ട്. അതായത് സിനിമാ മേഖലയിൽ വലിയൊരു നെറ്റ്വർക്ക് ആയിട്ട് ഈ ലഹരി ഉപയോഗം അല്ലെങ്കിൽ ലഹരി വിതരണം നടക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ കൂടി അന്വേഷണമുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കും പോലീസ് കടന്നിരിക്കുകയാണ്. എന്തായാലും നിലവിൽ പ്രാഥമിക വൈദ്യ പരിശോധനയിൽ മറ്റ് പ്രശ്നങ്ങളൊന്നും ഷൈൻ ടോം ചാക്കോയ്ക്ക് ഇല്ല. അതായത് പ്രഷർ വർദ്ധിക്കുക, അത്തരം കാര്യങ്ങളൊന്നും തന്നെ നിലവിൽ ഇല്ല. സമ്മർദ്ദങ്ങളോ അങ്ങനെയൊന്നും ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് തിരികെ കൊണ്ടുപോയിരിക്കുകയാണ്. അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ മറ്റ് ചികിത്സകൾക്കായി ആശുപത്രിയിലേക്ക് മാറ്റുകയാണ് സാധാരണഗതിയിൽ ചെയ്യാറുള്ളത്. പക്ഷേ ഇപ്പോൾ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. ഇനി സ്റ്റേഷനിലുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായതിനു ശേഷം വിട്ടയക്കാനുള്ള സാധ്യതയാണ് നിലവിലുള്ളത്. പക്ഷെ അത് പൂർണ്ണമായിട്ടും വിട്ടയക്കിയാൽ ഈ കേസുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യലിന് കൂടി സാധ്യതയുണ്ട്. അത് ഇന്ന് ലഭിച്ചിരിക്കുന്ന തെളിവുകളുടെയും മൊഴിയുടെയും ഒക്കെ അടിസ്ഥാനത്തിലായിരിക്കും. അശ്വതി, ഈ സജീറിന്റെ കാര്യം ചോദിച്ചപ്പോഴാണ് ഈ ഷൈൻ ടോമിനെ കുരുക്ക് വീണത്. അതുപോലെ തന്നെ ഇപ്പൊ ഹൈബ്രിഡ് കേസിലെ പ്രതിയായിരുന്ന തസ്ലിമയെ കൂടി അറിയാമെന്ന് ഷൈൻ പറയുകയും ചെയ്യുന്നു. അപ്പോൾ ഷൈനിന്റെ ആ ഒരു നെറ്റ്വർക്ക് അത് വലിയതാണെന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും ഈ കേസിൽ ഇതിനു മുൻപ് ഏറ്റവും വലിയൊരു കേസ് ഉണ്ടായിട്ടിരിക്കുന്നു. ഓം പ്രകാശിന്റെ ഒരു കേസുമായി ബന്ധപ്പെട്ടാണ് സിനിമാ മേഖലയിൽ കൊച്ചിയിൽ നടന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കേസ്. ഒപ്പം മറ്റ് നിരവധി ആളുകൾ ഇതിൽ പ്രവർത്തിക്കുന്നുണ്ട്. അത്തരം കേസുകൾക്കൊക്കെ കണക്ഷൻ ഉണ്ടോ എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം സിനിമാ മേഖലയിൽ സ്ഥിരമായിട്ട് സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക്, അത് നടീനടന്മാരാകാം, ടെക്നീഷ്യൻ ആളുകൾ, രംഗത്തുള്ളവരാകാം, എന്തായാലും അത്തരം ആളുകൾക്കൊക്കെ ഈ ലഹരി എത്തിച്ചു കൊടുക്കുന്നത് എവിടെ നിന്നാണ്, അതിനെല്ലാം തന്നെ ഒരു നെറ്റ്വർക്ക് എന്ന രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ആ രീതിയിലേക്ക് പോലീസിന്റെ അന്വേഷണം പോകുന്നുണ്ട്. അങ്ങനെയെങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് അന്വേഷണം നീങ്ങാനുള്ള സാധ്യത കൂടിയുണ്ട്. അത് ഈ ഇടനിലക്കാർക്കോ എത്തിച്ചു കൊടുക്കുന്ന ആളുകളോ മാത്രമല്ല, ഈ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളിലേക്ക് കൂടി കൂടുതൽ അന്വേഷണം നീങ്ങാനുള്ള സാധ്യതയുണ്ട്. അത് പല ഏറ്റുപറച്ചിലുകളും പല ആരോപണങ്ങളും ഒക്കെ ഈ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് സിനിമാ മേഖലയിലുണ്ട്, കൊച്ചി കാണുന്നതാണ്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിലേക്ക് കൂടി അന്വേഷണം നീങ്ങാനുള്ള സാധ്യതയുണ്ട്. അതാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഷൈൻ ചാക്കോ നൽകിയിരിക്കുന്ന മൊഴി, ഒപ്പം ഈ പറഞ്ഞിരിക്കുന്ന ആളുകൾ, ഒപ്പം സാമ്പത്തിക ഇടപാടുകളുടെ തെളിവുകൾ, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആയിരക്കണക്കിന് രൂപ സാമ്പത്തിക ഇടപാടുകൾ പല ഈ ഇടനിലക്കാരുമായിട്ട് നടത്തിയിട്ടുണ്ട് എന്നതാണ്